ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നവീകരിച്ച നീതി മെഡിക്കൽസിന്റെ ഉദ്ഘാടനവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളും ഇതുപോലെ ചില അളവുകൾ നമുക്കറിയാം 10% മുതൽ 40% വരെ വിലക്കുറവിൽ വിൽക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ പരസ്യം കൊടുക്കുന്നത് കാണണം. കാരണം വലിയ തോതിൽ മരുന്നുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മരുന്ന് കമ്പനികൾ തന്നെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നുണ്ട്. പക്ഷെ അങ്ങനെ നൽകാൻ അവരെ പ്രേരിപ്പിച്ചത് സഹകരണ സംഘങ്ങൾ ആരംഭിച്ച ഈ നീതി മെഡിക്കൽ സ്റ്റോറുകളാണ്. അപ്പൊ നീതി മെഡിക്കൽ സ്റ്റോറുകളെ കച്ചവടത്തിൽ അവരുമായി കോമ്പറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് അവരും വന്നത്. അപ്പോൾ ഫലത്തിലത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ്. 2 രീതിയിലാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ കിട്ടാൻ സൗകര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ബാങ്ക് പ്രസിഡന്റ് NA നൂറുൽ ഹുദ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും വിദ്യാർത്ഥികളുടെയും കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും എന്നുവേണ്ട സമൂഹത്തിലെ നാനാ തുറകളിലും ജോലി ചെയ്യുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങളെ കാണുവാനും ചെറുകിട സംരംഭങ്ങളെ വർദ്ധിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ടൊക്കെ തന്നെയാണ് സഹകരണ സ്ഥാപനങ്ങൾ സമൂഹത്തിലാകെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ അംഗങ്ങളുടെ മക്കള് അവർക്ക് മികച്ച വിജയം നേടിയെടുത്തപ്പോൾ അവരെ അംഗീകരിക്കാനും അവരെ അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു പ്രതിഭകളെ അനുമോദിച്ചു. ഈ രണ്ട് പദ്ധതികളോടൊപ്പം അന്ന് വരെ ഉണ്ടായിരുന്ന തൊഴിൽ മേഖലയ്ക്കകത്തൊക്കെയുള്ള സമരങ്ങൾ, മുതലാളിക്കൊപ്പം നിന്നിരുന്ന അടിച്ചമർത്താൻ ഉപയോഗിച്ചിരുന്ന പോലീസ് സേന ഇനി തൊഴിൽ സമരങ്ങളിലൊന്നും ഇടപെടില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരുന്നു. ഈ 3 സംവിധാനങ്ങളുടെ ഒരു യോജിപ്പാണ് യഥാർത്ഥത്തിൽ കേരളത്തെ ഇന്ന് കേരളമാക്കി മാറ്റുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തുടർച്ചയായി നമുക്കൊക്കെ ലഭിച്ചതാണ് കേരളത്തിനകത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഭൂമിയുടെ അവകാശികളായി മാറി. ഒരു ഭൂമിയുടെ അവകാശികളായി മാറി ആരെയും പേടിക്കാതെ കിടക്കാൻ കഴിയുന്ന, നമുക്ക് അവകാശബോധമുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളിലേക്ക് വിദ്യാഭ്യാസപരമായി നമ്മളൊക്കെ മുന്നിലേക്ക് പോയപ്പോൾ നമ്മുടെ മുന്നിൽ ലോകം തുറന്നു കിട്ടുന്ന അവസ്ഥ നമുക്കുണ്ടായി. ഇന്നിപ്പോൾ മലയാളികളെ കുറിച്ച് പറയാതെ എവിടെ പോയാലും അവിടെ മലയാളി ഉണ്ടാവും. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആദരവ് നൽകി. ബാങ്ക് വൈസ് പ്രസിഡന്റ് VR ഷൈൻ, സെക്രട്ടറി ഇൻചാർജ് ശ്രീലേഖ R മേനോൻ, വിവിധ കക്ഷി നേതാക്കളായ TV സുരേഷ് ബാബു, മുഹമ്മദ് ചാമക്കാല, സർക്കിൾ സഹകരണ യൂണിയൻ അംഗം PL പോൾസൺ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മരണാനന്തര ഫണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.